പൗർണമിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനൊരു സങ്കടം നോക്കുന്നുണ്ടെന്നോ? വിഷമമുണ്ടോ? എനിക്കൊരു സങ്കടമില്ല. തനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? നല്ല പോലെ. ജോസഫ് ആർജെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ അതെ, എഴുത്തുകാരനായിട്ടുണ്ട്, ആക്ടറായിട്ടുണ്ട്. ഇതില് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം? എനിക്ക് ഏറ്റവും സന്തോഷം ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഇതൊന്നുമല്ല. അപ്പൊ ഇപ്പോഴാണ് ഏറ്റവും സന്തോഷം. സംസാരിച്ചു. ഞാൻ പഠിച്ചത് MBA ആണ്. വേറെ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും സെയിം പിഞ്ച് കുറച്ചധികം പിച്ചേണ്ടി വരുമോ? ഇങ്ങനെയുള്ള ഈ വോയിസ് വെച്ചിട്ട് ഇപ്പൊ ഒന്നുകൂടെ സംസാരിച്ചേ. നമസ്കാരം. ഈ വോയിസ് വെച്ചിട്ട് ആർജെ ആകാൻ, ആർജെ എന്ന് പറയുമ്പോൾ ചിലർ വോയിസിലൊക്കെയാണ് എടുക്കുന്നത്, ആർജെ ആവാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഈ ആർജെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഇത് മൊത്തം ഒരു ട്വിസ്റ്റാണ്. ജോലി മടുത്തത് രാജിവെച്ചു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഒരു കാര്യമില്ലാണ്ട് ഭയങ്കരമായിട്ട് വൈറലായി. അത് വൈറലായി കഴിഞ്ഞപ്പോൾ റേഡിയോയിൽ നിന്ന് വിളി വന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആർജെ ആവാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. വിളിച്ചു. അപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് സിരാജേട്ടൻ ഇപ്പം എന്നോട് ചോദിച്ചത്. ഞാൻ അവരോട് ചോദിച്ചു, ഈ ശബ്ദം വെച്ചിട്ട് ആര് കേൾക്കാനാണ് ഷോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ജോസഫ് 2 തരത്തിലുള്ള ആർജേഴ്സ് ഉണ്ട്. ഒന്ന് ശബ്ദം കൊണ്ട് നമ്മളെ പിടിച്ചിരുന്നു, 2 കണ്ടന്റ്. അപ്പം എൻ്റെ ഒരു വീഡിയോ അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കണ്ടന്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയൊക്കെ പറഞ്ഞാൽ മതി, ആളുകൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആർജയായി. 1.5 വർഷമായി. പിന്നെ എഴുത്തിൻ്റെ കാര്യം, ആർജയാവുന്നതിന് മുമ്പേ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ജോലി. അപ്പം അത് സമയം കളഞ്ഞിരുന്നത് എഴുതിക്കൊണ്ടാണ്. പലപ്പോഴും ഓഫീസിലിരുന്ന് എഴുതിയിട്ടുണ്ട്. ആ സമയത്താണ് മറ്റേ പുസ്തകം എഴുതുന്നത്. അതെ, ബറീഡ് തോട്ട്സ് എന്ന് പറഞ്ഞ പുസ്തകം. അതൊരു ആത്മകഥ പെടുന്ന ഒരു സാധനമാണ്. അതെ, ഈ ചെറുപ്രായത്തില് ആത്മകഥ എഴുതിയിട്ടുള്ളതിൽ പിന്നെ കമലാസുരയ്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. താങ്ക് യു. ഇതൊക്കെ എന്ത്? പിന്നെ യാദൃശ്ചികമായ സിനിമയിൽ അഭിനയിച്ചു. ഇതുവരെ എത്തി, അതും ഐശ്വര്യയോടൊപ്പം. അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു, ഇതുപോലെയൊക്കെ ഓരോ സ്റ്റേജൊക്കെ നമ്മൾ TV കാണുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു വേറൊരു ഫീൽ. എനിക്ക് തോന്നുന്നു ജോസഫിന്റെ കുറെ വീഡിയോസ് ഇതുപോലെ വൈറലായിട്ടുള്ളത്. ഒന്ന് ആദ്യം അമ്മയെ കുറിച്ച് സംസാരിച്ച, അതാണ് ഭയങ്കര ഒരു മൂവ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സെന്റ് തെരേസാസിൽ പോയിട്ട് ആർത്തവത്തെ കുറിച്ച് സ്ത്രീകളോട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഒരു പുരുഷൻ സംസാരിക്കും. സാധാരണ ഒരു വോയിസും അഡ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. ഹൗ ഡെയർ യു. GNPC ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഞാനൊരു 4-4.5 വർഷമായിട്ട് ഫുഡ് ബ്ലോഗറായിരുന്നു ട്രിവാൻഡ്രത്ത്. ഈ അറിയപ്പെടാത്ത ഫുഡ് ഗോതകളൊക്കെ പോയി പരീക്ഷിക്കുക, ഫുഡ് കഴിക്കുക, അതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ അത് കൃത്യമായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അതിലങ്ങനെ കുറച്ച് അറിയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞൊരു ആശയം തോന്നിയത്. അങ്ങനെ ഒരു മെയ് ദിനത്തിനാണ് അത് ഗ്രൂപ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ്, ട്രാവൽ ആൻഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മോട്ടോ ആദ്യമായിരുന്നത്. ഇപ്പം തൽക്കാലം ഡ്രിങ്ക്സിനെ അങ്ങ് മാറ്റി. വിവാദമൊക്കെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും പോസ്റ്റ് ഇടാനൊക്കെ വളരെ വൈക്ലഭ്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ സീരിയസ്ലി ഇപ്പോൾ ഉണ്ടായിരുന്ന കാലത്ത്, പക്ഷേ ഗ്ലാസ്സിൽ നുര ഉണ്ടായിരുന്ന കാലത്തും സ്ത്രീകളൊക്കെ ശരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് ഫാമിലിയായിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗദറാണ്, ഞങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ ആൾക്കാർ ആ ഗ്രൂപ്പ് ഹൃദയത്തിലേക്ക് അങ്ങ് ഏറ്റെടുത്തു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമോ മതമോ അങ്ങനെ വൈരാഗ്യങ്ങളോ ഉള്ള ചർച്ചകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇച്ചിരി കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ഇപ്പോൾ. അല്ലല്ല, കഴിക്കുന്നത് മാത്രമല്ല, ട്രാവലിനെ കുറിച്ചും ചർച്ചകളുണ്ട്. ഇപ്പോൾ ട്രാവലും ഫുഡും ഫോട്ടോഗ്രാഫിയും ഒക്കെയാണ്. എത്ര പേര് ചേർന്നാണ് ഇത് ആദ്യം തുടങ്ങിയത്? ആദ്യം ഒരു 800 പേര്, എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള 800 പേര് വെച്ചിട്ടാണ് തുടങ്ങിയത് ഗ്രൂപ്പിൽ. പിന്നെ അതെ, പിന്നെ അവർ ഓരോ ആൾക്കാരെ ആഡ് ചെയ്ത് പിന്നെ ഗ്രൂപ്പ് വളരെ ഇപ്പൊ 20 ലക്ഷം പേരായി. 20 ലക്ഷം പേർ. ഒരു ദിവസം എത്ര പോസ്റ്റ് വരാറുണ്ട്? ഒരു ദിവസം ഏതാണ്ട് 13,000 മുതൽ 16,000 പോസ്റ്റ് വരെ വരാറുണ്ട്. ചില വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ ഈ പ്രവാസികളൊക്കെ ആക്റ്റീവ് ആവുന്ന ദിവസമാണ്, അവധിയാണ് വെള്ളിയാഴ്ച ദിവസം. അന്ന് 20,000 പോസ്റ്റ് വരും. സ്ക്രീൻ ചെയ്തിട്ടാണ്. കാര്യം രാഷ്ട്രീയ പോസ്റ്റുകൾ വരാറുണ്ട്, മതവൈരം നിറയ്ക്കുന്ന എല്ലാം വരും. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നല്ല നയനമനോഹരമായ ചിത്രങ്ങൾ മാത്രം. അതെ, ഭക്ഷണമാണ് നമ്മുടെ വികാരം.
GMPCയുടെ പുതിയൊരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ബ്ലഡിന്റെ ആവശ്യം ഈ ഗ്രൂപ്പിൽ പോസ്റ്റായിട്ട് വരാറുണ്ട്. എല്ലാം അപ്രൂവ് ചെയ്യാൻ അതാത് സമയം പറ്റാതെ വരുമ്പോൾ അവരുടെ റിക്വയർമെന്റ് നടക്കുന്നില്ല. പിന്നെ ജോബിന്റെ കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ഇപ്പം ജോബിന്റെ ഒരു ഇത് ഗ്രൂപ്പായി മാറും എല്ലാം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു GNPC എന്ന് പറഞ്ഞിട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ബ്ലഡും ഈ ഭക്ഷണശാലകൾ എവിടെ, പിന്നെ ജോബ് ഏതൊക്കെയുണ്ട്, ജോബ് പ്രൊവൈഡ് ചെയ്യുന്നവരൊക്കെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഈസിയായി അതിനകത്ത് പെട്ടെന്ന് എടുക്കാം. ഒരു ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് O നെഗറ്റീവ് ആണ് വേണ്ടെങ്കിൽ അവിടെ ആ ആളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ പോകും. ആ രീതിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജീവകാരുണ്യ പ്രവർത്തനം 1-2 നിങ്ങൾ നടത്തിയിട്ടുണ്ട്? ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതിലിപ്പം നമ്മുടെ ഗ്രൂപ്പിലൊരു മെമ്പറിന് സീരിയസ്ലി ആ 2 കിഡ്നിയുടെ ഫെയിലിയറായി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വെറുതെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, എന്തെങ്കിലും ഒരു റിസൾട്ട് വരണമെങ്കിൽ വരട്ടെ. പുള്ളിയുടെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 days കൊണ്ട് അതൊരു 6 lakhs അന്ന് കളക്ട് ചെയ്തു. അല്ല, ഈ സിനിമയുടെ പ്രത്യേകത ഇതിൽ 500 മക്കളും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ കൂടുതലും. കാര്യം എല്ലാം എന്റെ പ്രായക്കാരാണ്. അപ്പൊ അനീഷേട്ടൻ മാത്രമാണ് ഞങ്ങളിൽ സീനിയർ ആയിട്ട്. പക്ഷെ അനീഷേട്ടനും ആ പ്രായത്തിനൊപ്പം എത്തി ഞങ്ങളുടെ ഒപ്പം. വളരെ കഷ്ടപ്പെട്ട്. അനീഷ് ഗോപാൽ, യെസ്, ഈ തീവണ്ടിയിലെ ആ സഫർ ചെയ്തതിന് ശേഷം ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് വന്നത്. തീവണ്ടിയാണ് ശരിക്കും എന്നെ തിരിച്ചറിഞ്ഞത്. പക്ഷേ തീവണ്ടി സിനിമയ്ക്ക് മുന്നെയാണ് രാഹുൽ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തത്. തീവണ്ടി ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ റിലീസിന് കുറച്ച് സമയം എടുത്തല്ലോ. ആ സമയത്ത് എൻ്റെ അടുത്ത് കഥ പറയും. ഞാൻ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുക്കോ എന്ന് പറയുന്ന ഇവരെ കൂടെ തന്നെ ഉള്ളൊരു ക്യാരക്ടർ എൻ്റെ പേരായിട്ട് നേഹാ സക്സേനൊക്കെയാണ്. വന്നു അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഒരു മൂവിയുടെ ക്ലൂ വന്നിട്ടുണ്ട്. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ക്ലൂ തരാം. നിങ്ങൾ പെട്ടെന്ന് ഏതാണ് ഈ മൂവി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലൂ നമ്പർ 1. കഥകളി മുഴുവൻ കാണാൻ പറ്റിയില്ല അവൾക്ക്. അവൾക്ക് കഥകളി മുഴുവൻ കാണാൻ പറ്റിയില്ല. ശരി, ഉത്തരം പറയും. മണിച്ചിത്രത്താഴ്. അപ്പൊ അടുത്തേക്ക് പോവാം. അടുത്ത മൂവിയുടെ സെക്കൻഡ് വൺ. ചെറുപ്പത്തിൽ തന്നെ ജനിച്ചു വളർന്ന നാട് വിട്ടു പോകേണ്ടി വന്നവന്. അത് കുറെ പേര് പോയി. ശരി, അടുത്ത സെക്കൻഡ് ക്ലൂ. ചെറുപ്പത്തിലെ വർഷങ്ങൾക്ക് ശേഷം വലിയൊരു പണക്കാരനായിട്ട് അവൻ തിരിച്ചു വന്നു. കംപ്ലീറ്റ്ലി പറയുന്നു. അച്ഛനെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. മമ്മൂക്ക ആരെ പ്രതികാരം ചെയ്യാൻ? വിഷ്ണു. രാജമാണിക്യം. നീ പുലിയാണ്. മൂന്നാമത്തെ മൂവി. പൂമുഖപ്പടിയിലെ ചാരുകസേരയിൽ എന്നും അയാൾ ഇരിപ്പുണ്ടായിരുന്നു. പറ, ഇനി പറഞ്ഞിട്ട് പോയാ മതി. ഇല്ല, ഉറുമ്പ് കടിച്ചതാന്ന്. അടുക്കള വരാന്തയില്. ഒരെണ്ണേ പറയാൻ പറ്റുള്ളൂ. ഔട്ട്. സോറി, എനിക്ക് 2 ഇതുണ്ട്. ആദ്യമേ ജാമ്യം നിൽക്കണ. ഔട്ടായി. ഇനി ഗായത്രി മിണ്ടാൻ പാടില്ല. അയാളെ കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല. അയാളെ കല്യാണം കഴിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല. ഗോഡ് ഫാദർ. അടുത്തത് 4th one. വേലക്കാരി ആയിരുന്നാലും നീ വീട്. മാതാപിതാ ഗുരു ദൈവം എന്നതായിരുന്നു അവന്റെ ജീവിത സിദ്ധാന്തം. പറഞ്ഞോ. തേർഡ് ക്ലൂ പറയട്ടെ. പെട്രോളിന് വില കൂട്ടിയതിന് ആരൊക്കെയോ അയാളെ തല്ലി. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന ലാസ്റ്റ് വൺ. അപ്പൊ നിങ്ങളൊരു ടൈല് നിൽക്കുകയാണ് അല്ലേ? 2-2 എന്നുള്ളൊരു ടൈല് നിൽക്കുകയാണ്. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. ലാസ്റ്റ് വൺ ആണ്. അളിയനെ തല്ലി പുറത്താക്കി. അളിയനെ തല്ലി പുറത്താക്കി. അടുത്തത്. ഉസിലാമ്പട്ടി സ്റ്റേഷനിൽ പച്ച സിഗ്നൽ കാണിച്ച് ലോകം ഒരുപാട് കണ്ടു.